ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഖാവ്സ്വയുടെ റെസിപ്പിയാണ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഖാവ്സ്വേ എന്ന് പറയുന്നത് ഒരു ബർമീസ് ഒറിജിനായിട്ടുള്ള ഒരു സൂപ്പ് നൂഡിൽസ് ആണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ഖാവ്സ്വേ പേസ്റ്റ് ഉണ്ടാക്കണം. ആ പേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ചുവന്നുള്ളി, ഒരു 8 അല്ലി ചുവന്നുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു 8 കഷ്ണം വെളുത്തുള്ളി, കൂടാതെ നമുക്ക് 2 സ്റ്റെം കൊറിയാൻഡറിൻ്റെ 2 സ്റ്റെം വേണം. അതേപോലെ 2-3 പെപ്പർകോൺസ്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ജീരകം പൊടി ക്യുമിൻ പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ഗ്രാസ് ആണ്. ഇത് അവൈലബിൾ അല്ല എങ്കിൽ ജസ്റ്റ് ഒമിറ്റ് ചെയ്യുക, ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 2 തണ്ട് ഇതേപോലെ കിട്ടുക. ഞാനെപ്പോഴും ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ് ലെമൺ ഗ്രാസ് ചേർക്കുന്നത്. അപ്പോൾ ലെമൺ ഗ്രാസ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയും കൂടി നന്നായിട്ടൊരു പേസ്റ്റ് ആക്കി എടുക്കാം. ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർക്കുകയാണ് അരയ്ക്കാൻ, സ്മൂത്ത് ഒരു പേസ്റ്റ് ആക്കാനായിട്ട്. 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത്. അപ്പോൾ ഇതേപോലെ ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്ത് വഴറ്റി ചെയ്ത് നല്ല പച്ചമണമൊക്കെ മാറ്റിയെടുക്കണം. ഈ കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. ചൂടായ എണ്ണയിലേക്കിട്ട് ഈ പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമണം മൊത്തം പോകണം, അതുവരെ വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി ഒരു 4 പേർക്കൊക്കെ സെർവ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ 2-3 മിനിറ്റ് സമയം എടുത്ത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടലമാവ് ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. 2-3 കറിവേപ്പിലയും കൂടെ ചേർക്കാം. കടലമാവ് ചേർത്ത് കടലമാവിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഹീപ്ഡായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 300 ഗ്രാം, ഞാൻ ചേർക്കുന്നത് ചിക്കൻ തൈസ് ആണ്, 300 ഗ്രാംസ് ഉണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി, ബൈറ്റ് സൈസ് പീസസ് ആക്കി ഇട്ടേക്കുക. ഇതേപോലെ അതിനകത്തേക്ക് ചേർക്കാം. ഈ ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റുക. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കുക്ക് ചെയ്യാം. ഞാനിവിടെ ചേർത്തേക്കുന്നത് ടെട്രാ പാക്കിൽ അല്ലെ ടിന്നിൽ കിട്ടുന്ന പാലാണ് ചേർത്തേക്കുന്നത്. അതിന് പകരം നമുക്ക് വീട്ടിൽ എടുക്കുവാണെങ്കിൽ 2 കപ്പ് തേങ്ങ എടുക്കുക, അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് നല്ല തിക്കായിട്ട് അരച്ച ശേഷം പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള പാൽ കിട്ടും. അത് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് ഇത് കുക്കാവണം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ചിക്കൻ തൈസ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും. നമുക്കിനി അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഒരു 4 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മളൊരു ടൈം പറയുമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം പിന്നെ ഹീറ്റ് എല്ലാം വെച്ചിട്ട് കുക്കിംഗ് ടൈം വ്യത്യാസം വരും. എപ്പോഴും നമ്മളൊന്ന് പീസ് എടുത്ത് കട്ട് ചെയ്ത് നോക്കുക. സ്മൂത്തായിട്ട് കട്ടാകുന്നുണ്ടെങ്കിൽ അത് കുക്ക്ഡായിട്ടുണ്ടാവും. ആ രീതിയിൽ എടുക്കുക. ഇവിടെ ചിക്കൻ പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റാണ്, ഫ്ലേവർ എല്ലാം കറക്റ്റാണ്. അപ്പം നമ്മുടെ ഈ സോസ് അല്ലെങ്കിൽ കറി റെഡിയാണ്. അപ്പം പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ലൈം ജ്യൂസ് ചേർക്കും. ഇത് അസംബിൾ ചെയ്തെടുക്കണം.
അപ്പോൾ ഖാവ്സേ സെർവ് ചെയ്യുന്ന കാണിക്കാം. അതിനായിട്ട് ആദ്യം ഈ സൂപ്പ് അല്ലെങ്കിൽ കറി ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നൂഡിൽസ് സെർവ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിംഗ് അണിയൻ ചോപ്പ് ചെയ്തത്, ഫ്രൈഡ് ഗാർലിക്, ഫ്രൈഡ് ഷാലറ്റ്സ്, ചുമന്നുള്ളി ഫ്രൈ ചെയ്തത്, കുറച്ച് മല്ലിയില, കുറച്ച് പീനട്ട്സ്, കുറച്ച് ഫ്രൈഡ് നൂഡിൽസ്. ഇതിലേക്ക് കുറച്ച് ചില്ലി ഓയിൽ ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ചില്ലി ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ഈ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുക്കുക, അതേപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുക, എന്നിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടാക്കി ആ ചൂട് എണ്ണ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. ഞാനൊരു നുള്ള ഉപ്പും കൂടെ ചേർക്കും. അത് നമുക്ക് ഓരോ ആവശ്യത്തിനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഖാവ്സേ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇതേപോലെ കോണ്ടിമെൻറ്റ്സ് എല്ലാം സൈഡിൽ വെച്ചിട്ടാണ് കിട്ടുക. സൂപ്പ് ഇതേപോലെ കിട്ടും, എന്നിട്ട് നമുക്ക് സൈഡിൽ എല്ലാ കോണ്ടിമെൻറ്റ്സും വെച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ കോണ്ടിമെൻറ്റ്സ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഒന്ന് ഞാൻ പറയാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഫ്രൈഡ് ഷാലറ്റ്സ്, അതായത് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണ്. പീനട്ട്സ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതേപോലെ നൂഡിൽസ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇച്ചിരി കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഓയിൽ ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതേപോലെ കോണ്ടിമെൻറ്റ്സ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഖാവ്സേ വീട്ടിലുണ്ടാക്കാം. നല്ല ടേസ്റ്റിയുമാണ്, ഒരു ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.